Hi friends, Reshzന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ സ്മൂത്തി ആണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. നല്ല ഫില്ലിംഗ്, ഹെൽത്തി ആണ്, ന്യൂട്രിയൻ ഡെൻസ് ആണ്. നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചവരെ നമ്മൾ നല്ല ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മുടെ പപ്പായ സ്മൂത്തിക്ക് വേണ്ടി നമുക്ക് ഒരു പപ്പായയും ഇതുപോലത്തെ ഒരു പപ്പായയും പിന്നെ ഒരു ഏത്തപ്പഴമാണ് വേണ്ടത്. പപ്പായ ഒരുപാട് അങ്ങ് പഴുത്തതല്ല, ഒരു മീഡിയം പഴുത്തതാണ്. ഇനി ഇതിൻ്റെ ഹാഫ് പപ്പായയാണ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കാൻ എടുക്കുന്നത്. അതുപോലെ ഏത്തപ്പഴവും നമുക്ക് അരിയണം. അപ്പോൾ രണ്ടും നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ പപ്പായയും ഏത്തപ്പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 500 ഗ്രാം പപ്പായയും ഏത്തപ്പഴം ഒരു ഫുൾ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത പപ്പായ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പപ്പായയിൽ ആൻറ്റി ഓക്സിഡൻസും ഡയറ്ററി ഫൈബേഴ്സും ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിലുള്ള കാലറി എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് നമ്മുടെ ബോഡി ഡീടോക്സിഫിക്കേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം. ഏത്തപ്പഴത്തിൽ പൊട്ടാസ്യവും മാഗ്നീസും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഡൈജഷനൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏത്തപ്പഴം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ചിയ സീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ചിയ സീഡ് എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ചിയ സീഡിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോ കാർഡിലും ഇടാം. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ തേനാണ്, ഹണി. ഇത് ഓർഗാനിക് ഹണിയാണ്, അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല. അതിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. ഹണി ആഡ് ചെയ്യുന്നത് നമ്മുടെ സ്മൂത്തിക്ക് ഒരു ടേസ്റ്റും കൊടുക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഹണി ഇഷ്ടമില്ലാത്തവർക്ക് കുഴപ്പമില്ല, ഇത് സ്കിപ്പ് ചെയ്യാം. ആൻഡ് ഫൈനലി ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുവാണ്. ഏകദേശം 250 ml. നമ്മൾ ചൂടാക്കി തണുത്ത വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്മൂത്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ അരച്ചപ്പോൾ ഇതിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തിരുന്നു. എന്നാലും നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ സ്മൂത്തി ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി കുറച്ച് ചിയ സീഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇത് ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ വേറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെയോ അല്ലെങ്കിൽ മെയിൽസിലൂടെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വേറൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.